നമസ്കാരം. ട്രംപ് ചൈന സന്ദർശിച്ചില്ല. ചൈന സന്ദർശിക്കാൻ ട്രംപ് തീരുമാനിക്കുകയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്തുകൊണ്ട് ചൈന രംഗത്ത് വരികയും ചെയ്തതേ ഉള്ളൂ. അതിനിടയിൽ തന്നെ ഇന്ത്യക്ക് എന്ത് പണി കൊടുക്കണം എന്നാണ് ചൈന ചിന്തിക്കുന്നത്. എപ്പോഴും കൂടെ നിൽക്കുന്നു എന്ന് വരുത്തി തീർത്ത് ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾ തടയാനും ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാനുമുള്ള ഗൂഢതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. ഇപ്പോൾ ട്രംപുമായി ഒത്തുചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള പടയൊരുക്കങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നു എന്നാണ് ഒരു ഇന്ത്യക്കാരിയെ ചൈന തടഞ്ഞു വെച്ചതിൽ നിന്നും അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് കണ്ണടച്ച് വാദിക്കുന്നതിൽ നിന്നും വ്യക്തമാകും. ചൈന കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരിയായ ഒരു യുവതിയെ വിമാനത്താവളത്തിൽ അനാവശ്യമായി തടഞ്ഞു വെച്ചത് വെറും ഒരു സുരക്ഷാ നടപടിയല്ല, മറിച്ച് ഇന്ത്യയെ അപഹസിക്കാൻ തന്നെയാണെന്ന് പിന്നീട് അവരുടെ ഔദ്യോഗിക വക്താക്കളുടെ മുട്ടാൻ പോക്ക് ന്യായവാദങ്ങൾ കേട്ടപ്പോൾ വ്യക്തമായി. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമല്ല എന്ന ചൈനയുടെ പഴയ ശീതയുദ്ധകാല മനോഭാവം ആവർത്തിക്കുമ്പോൾ ഇന്ത്യ അതേ നിമിഷം തന്നെ ശക്തമായ ഭാഷയിൽ മറുപടി നൽകി കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനോ താഴ്ത്തി കാണിക്കാനോ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തില്ല എന്നത് വീണ്ടും തെളിഞ്ഞു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നത് എത്ര തവണ ചൈന അങ്ങനെയല്ല എന്ന് പുനരാവർത്തിച്ചാലും അത് ഭൂമിയുടെ ചരിത്രവും അവകാശവും ഒരു നിമിഷത്തേക്ക് പോലും മാറ്റിവെക്കാൻ കഴിയാത്ത സത്യമാണ്. ഇന്ത്യ ഇപ്പോൾ 1962 ഇന്ത്യ അല്ല. സൈനികമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി ഉയർന്നിൽക്കുന്ന പുതിയ ഭാരതമാണ്. അതിനാൽ തന്നെ യുവതിയെ തടഞ്ഞു വെച്ച് അരുണാചൽ ഇന്ത്യ അല്ല എന്ന പ്രചാരം വീണ്ടും ശക്തിപ്പെടുത്താനുള്ള ചൈനീസ് ശ്രമം വിഫലമായതും അതിനു നേരെ ഇന്ത്യ സവിശേഷമായ ഉറച്ച പ്രതികരണം കാഴ്ചവെച്ചതും സ്വാഭാവികമാണ്. മോദി സർക്കാരിന്റെ വിദേശ നയമാണ് ഇന്നത്തെ ഇന്ത്യയെ ഇങ്ങനെ ഉറച്ച പ്രതിച്ഛായയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ലോകശക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഇന്ത്യ തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയാണ് ഓരോ പ്രശ്നത്തിലും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൈന അതിന്റെ ഇപ്പോഴത്തെ പ്രവർത്തികളും പ്രസ്താവനകളും വഴി ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ട്രംപ് മുന്നിലെത്തുന്നതും ചൈനയ്ക്കും അതിന്റെ ഭൂമിശാസ്ത്ര താല്പര്യങ്ങൾക്കും പുതിയ കണക്കുകൂട്ടലുകൾ ഉണ്ടാക്കുന്നതുമായ സമയമാണിപ്പോൾ. ചൈനയ്ക്ക് ട്രംപുമായുള്ള സമവായം ഇന്ത്യക്കെതിരായ തന്ത്രങ്ങൾക്ക് സഹായകരമാകുമെന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ ചൈന നടത്തുന്നത്. എന്നാൽ അവർ മറക്കുന്ന ഒന്നുണ്ട്. ഇന്ത്യ ഇന്ന് ആഗോള ശക്തികളുടെ കളിപ്പാട്ടമല്ല, മറിച്ച് ലോകത്തിലെ ഏത് മുൻനിര രാജ്യത്തിനും ഒപ്പം തന്നെ തുല്യ ശക്തിയായി ഉയർന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്നത്തെ ഇന്ത്യ. ട്രംപോ ആരായാലും, ചൈനയുടെ രാഷ്ട്രീയ കളികളോ എന്തായാലും ഇന്ത്യയുടെ സ്വാധീനത്തെയും മോദി സർക്കാരിന്റെ ഉറച്ച നിലപാടിനെയും ഒരു ശക്തിക്കും ചലിപ്പിക്കാൻ കഴിയില്ല. ചൈന ഇന്ന് ഇന്ത്യയെ വെല്ലുവിളിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനോ സമ്മർദ്ദത്തിലാക്കാനോ ഉള്ള അവസരങ്ങളായിരിക്കാം. പക്ഷേ സമകാലിക ഇന്ത്യയിൽ അത് യാഥാർത്ഥ്യമാകില്ല. ചൈന ഒരു ഇന്ത്യൻ വനിതയെ തടഞ്ഞുവെച്ച സംഭവത്തിൽ അതിശക്തമായ പ്രതികരണമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കാഴ്ചവെച്ചത്. ഒരു പൗരന്റെയും സുരക്ഷയും മാന്യതയും ഇന്ത്യ അവഗണിക്കില്ല. ഈ സന്ദേശം ചൈനയ്ക്ക് ഇതോടെ വ്യക്തമായി കഴിഞ്ഞു. വിസ വിഷയമോ യാത്രാരേഖകളോ കാരണമല്ലാതെ ഒരു വ്യക്തിയുടെ രാജ്യത്തെ ചോദ്യം ചെയ്ത് അവിടെ തടഞ്ഞു വെക്കുക എന്നത് ചൈനയുടെ അധികാര പരിധി വിട്ട ഒരു പ്രവൃത്തിയാണ്. ഇതൊരു ഡിപ്ലോമാറ്റിക് പ്രതിഷേധത്തിന് യോഗ്യമായ വിഷയവുമാണ്. അത് ഇന്ത്യ നിർവഹിക്കുകയും ചെയ്തു. പൗരന്മാരുടെ മാന്യത സംരക്ഷിക്കുമെന്ന ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. മുൻകാലങ്ങളിൽ സംഭവിക്കാറുണ്ടായിരുന്ന പ്രതികരണങ്ങളുടെ അഭാവം ഇന്നത്തെ ഇന്ത്യയിലില്ല. അതിന്റെ കാരണം ഭയമില്ലാത്ത നേതൃത്വം തന്നെയാണ്. ചൈനയും അതിന്റെ വക്താക്കളും പതിവ് പോലെ അരുണാചൽ വിഷയത്തെ ഉയർത്തിക്കാട്ടിയപ്പോൾ ഇന്ത്യയുടെ മറുപടി ചോദ്യത്തിന്റെ മുന ഒടിച്ചുകൊണ്ടായിരുന്നു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ്. അത് ചോദ്യം ചെയ്യപ്പെടാൻ പോലും സാധിക്കില്ല. ചൈന ഇപ്പോൾ ദക്ഷിണേന്ത്യ, ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശം, പസഫിക് മേഖല എന്നിവിടങ്ങളിലെ സൈനിക ശക്തി കൂട്ടുന്നതിലേക്കായി പുതിയ കൂട്ടുകെട്ടുകളെ പിന്തുടരാൻ ശ്രമിക്കുകയാണ്. ചൈനയുടെ ഇടപെടലുകളിലൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ പലതവണ ഇന്ത്യ കണ്ടിട്ടുള്ളതാണ്. ഡോക്ലാം സംഘർഷവും ലഡാക്കിലെ ഏറ്റുമുട്ടലുകളും അതിർത്തി മേഖലകളിൽ സൈനിക നീക്കങ്ങളും എല്ലാം ഇന്ത്യയെ പരിശോധിക്കാനുള്ള പരീക്ഷണങ്ങളാണ്. പക്ഷേ ഓരോ തവണയും ഇന്ത്യയുടെ ഉറച്ച പ്രതിരോധവും നയതന്ത്ര കൃത്യതയും ചൈനയെ തിരിച്ചടിച്ചു. മോദി സർക്കാരിന്റെ നയതന്ത്ര സംവിധാനം ഇന്നത് അത്ര ശക്തമാണ്. അതിനാൽ തന്നെ ഒരു സ്ത്രീയെ തടഞ്ഞു വെച്ച് അരുണാചൽ ഇന്ത്യ അല്ല എന്ന ആ പഴയ കഥ പുനരാവർത്തിക്കുന്നതിലൂടെ ഇന്ത്യയുടെ നിലപാട് ചൈന മാറ്റുമെന്ന് കരുതുന്നത് സ്വപ്നം മാത്രമാണ്. ചൈനയ്ക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന വലിയ സത്യം ഇന്ത്യയുടെ ജനാധിപത്യ ശക്തിയും ദേശീയതയുമാണ്. ലോകമെങ്ങും ഇന്ത്യയുടെ സാന്നിധ്യം ഇന്ന് തിരിച്ചറിയപ്പെടുന്നു.
ഇന്ന് ഒരു ഇന്ത്യൻ പൗരനെ ചൈനയിൽ തടഞ്ഞു വെച്ചാൽ പോലും അതിന്റെ പ്രത്യാഘാതം ലോകമെമ്പാടും ചർച്ചയാണ്. ഇത് ഇന്ത്യയുടെ ഉയർന്നിരിക്കുന്ന അന്തർദേശീയ പ്രതിച്ഛായയുടെ തെളിവാണ്. ഇന്ത്യയുടെ ഓരോ പൗരനെയും സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലും പ്രതിജ്ഞാബദ്ധതയിലും ലോകത്തെ രാജ്യങ്ങൾക്കും ഇന്ന് കൃത്യമായ ബോധ്യമുണ്ട്. ചൈന ഇപ്പോഴും ഇന്ത്യയെ പഴയ കാഴ്ചപ്പാടോടെ വിലയിരുത്തുകയാണ്. എന്നാൽ മോദി സർക്കാരിന്റെ ശക്തമായ പ്രതിരോധ നയങ്ങൾ, ആഗോള കൂട്ടുകെട്ടുകൾ, സൈനിക ശക്തി, സാമ്പത്തിക മുന്നേറ്റം എന്നിവയെല്ലാം ചേർന്ന് ഇന്ത്യയെ ഒരിക്കലും തകർന്നു പോകാത്ത ശക്തിയായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ചൈനയുടെ എന്നല്ല ഏതൊരു രാജ്യത്തിന്റെയും നെറുകേടിന് പ്രസ്താവനകൾക്ക് ഇന്ത്യയുടെ ഉചിതമായ പ്രതികരണങ്ങളും ശക്തമായ മുന്നറിയിപ്പുകളും ശരിയായ സമയത്ത് തന്നെ ഇപ്പോൾ ലഭിക്കുന്നു. ഇന്ന് ഇന്ത്യ ഒരു മഹാശക്തിക്ക് മുന്നിൽ പോലും വഴങ്ങുന്നില്ല. അതാണ് പുതിയ ഭാരതത്തിന്റെ മുഖം. മോദി തിരുത്തി എഴുതിയ പുതിയ മുഖം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച